ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കിച്ചണിൽ എനിക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിനും ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. ഈ സ്റ്റാൻഡിലിരിക്കുന്ന ഇത്രയും സ്പൈസ് ജാറുകളും ഈ 4 സ്പൈസ് ജാറുകളും പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഈ സ്പൈസ് മില്ലും. ഇതിനകത്ത് ഓരോന്നിലും ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പൈസസ് ആണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്, ഒരു മെക്കാനിസം എന്ന് പറയുന്നത്, നമുക്ക് ഫ്രഷ് ആയിട്ട് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഈ സ്പൈസസ് എല്ലാം ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു അടപ്പിനകത്താണ് ഇതിൻ്റെ ഗ്രൈൻഡിങ് പരിപാടി നടക്കുന്നത്. ഈ കുരുമുളക് ഞാനൊന്ന് പൊടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോവാണ്ട്, അതിൻ്റെ മണവും ആ ഒരു ഫ്ലേവറും ഒന്നും പോവാണ്ട് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നല്ല ഈസി ആയിട്ട് നമ്മളെ കൈ ചീത്താവാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് അഴിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഏത് സ്പൈസ് ആണോ പൊടിക്കേണ്ടത് അതിലേക്ക് നമുക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് കൊടുക്കാം. നമുക്ക് ജീരകം ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കാം. അപ്പം നമുക്ക് ഏതാണോ പൊടിക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണോ ക്രഷ് ചെയ്യേണ്ടത് അതിലേക്ക് ഈ അടപ്പ് മാറ്റിയിട്ടാൽ മതി. കണ്ടോ, ഇതുപോലെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ശരിക്കും ഗ്ലാസിൻ്റെ ആണ് കേട്ടോ, ഇത് പ്ലാസ്റ്റിക് അല്ല. ഞാനിത് വാങ്ങിച്ചത് ഇവിടുത്തെ ഐക്കിയെന്നാണ്. ഐക്കിയ ദുബായിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇവിടുന്ന് വാങ്ങിച്ചപ്പോൾ ഈ സ്പൈസ് മില്ലിനാണെങ്കിൽ 19 ദിർഹം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും റേറ്റ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 6 മാസമൊക്കെ ആവാറായിട്ടുണ്ട്. പിന്നെ ഈ 4 സ്പൈസ് ജാറിന് 12 ദിർഹമാണ്. ഐക്കയുടെ ഷോപ്പ് ശരിക്കും കേരളത്തിലില്ല, പക്ഷെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. നാട്ടിലെ റേറ്റ് ഞാൻ നോക്കിയപ്പോൾ ഈ 4 സ്പൈസ് ജാറിന് കുറവാണ്, 199 രൂപയേ ഉള്ളൂ. പക്ഷേ ഈ സ്പൈസ് മില്ലിന് റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഓഫറൊക്കെ ഉള്ള സമയത്ത് വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷേ ഈ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗവും ക്വാളിറ്റിയും വെച്ച് നോക്കുമ്പോൾ അത് വെറുത്താണ്. ഈ വുഡൻ റാക്കും അതേട്ടോ, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എടുത്താണ്. 11 ദിർഹങ്ങാണ്ടേ ഉള്ളൂ. ഇതും ഭയങ്കര ചീപ്പാണ്. ഇപ്പോൾ കിച്ചണിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ ചുമരിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന ഇതുപോലത്തെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പൈസസ് ഒക്കെ വെക്കാനായിട്ട് നല്ല ഉപകാരമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. പിന്നെ ഇതൊരു ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും വീട്ടിലും കാണുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു അടുത്ത കാലം വരേക്കും പ്ലാസ്റ്റിക്കിൻ്റെ സാധാ ബോട്ടിലാണ് ഓയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 8-9 മാസമായിട്ടുള്ളൂ ഞാൻ ഈ ഓയിൽ ഡിസ്പെൻസർ വാങ്ങിച്ചിട്ട്. ഇത് ഗ്ലാസിൻ്റെ ആണ്. കുറച്ച് ബിസി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു സാധനമാണിത്. കാരണം ഇതിന് തുറക്കുക അടയ്ക്കുക അങ്ങനത്തെ ഏർപ്പാടുകളൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ അത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പാനിലേക്ക് ഒഴിക്കാൻ നേരത്ത് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഓയിൽ ഇങ്ങനെ വരിക, നൂല് പോലെ വരും. സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈ എടുത്താൽ മതി, അത് അങ്ങനെ തന്നെ സ്റ്റോപ്പ് ആവും. പിന്നെ ഓയിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ പുറത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഓയിൽ ഒരിക്കലും കൂടിപ്പോവില്ല. കൂടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ഒഴിക്കുമ്പോഴേ ചിലപ്പോൾ ചട്ടിയിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചു പോവില്ലേ, അപ്പം അങ്ങനെയൊന്നും വരില്ല. പിന്നെ ഇത് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ളൊരു സാധനമല്ല, നമ്മൾ ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ചെറുതും വലുതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 250 ml-ൻ്റെയും 500 ml-ൻ്റെയും. ഇത് 700 ml ആണെന്ന് തോന്നുന്നു. 500-നേക്കാളും കൂടുതലുണ്ട് എന്തായാലും. ഓയിൽ ഡിസ്പെൻസർ എന്നാണ് സാധാരണയായിട്ട് പറയുക. ഡ്രിസിൽ ഓയിൽ ബോട്ടിൽ എന്നും പറയും. ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലൊക്കെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്തത് ഇതൊരു പ്ലാസ്റ്റിക് സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണ്. അധികം വെയിറ്റ് ഒന്നുമില്ല. ഇത് നമുക്ക് കിച്ചൺ യൂസ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക്, ചില കൗണ്ടർ ടോപ്പിലൊന്നും അധികം സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് സ്ഥലം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലും സാധനങ്ങൾ വെക്കാം, മേലയിലും സാധനങ്ങൾ വെക്കാം. കൗണ്ടർ ടോപ്പിൽ മാത്രമല്ല, നമുക്കിത് ഷെൽഫിനകത്തും വെക്കാം. അതേപോലെ തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴാണെങ്കിലും ഇത് കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഇതിൻ്റെ മേലെ വെക്കാനും പറ്റും. അപ്പോൾ ഒരുപാട് യൂസ് ഉണ്ട് ഈ സ്റ്റാൻഡിന്. ഇത് ഞാൻ ഡേയ്സോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതും നല്ല ചീപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ 1-2 വെറൈറ്റീസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ മതി. ഫോൾഡബിൾ റാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാക്ക് എന്നൊക്കെ ഇതിന് പറയും. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇതത്ര പുതിയൊരു പ്രൊഡക്റ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് പലർക്കും ഇത് അറിയുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, പക്ഷേ ഇല്ലാത്തവർക്ക്, ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഹാൻഡി വെജിറ്റബിൾ ചോപ്പറാണ്. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇതിനകത്ത് വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഏത് വെജിറ്റബിൾ ആണെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സവാള ചോപ്പ് ചെയ്യാനാണ് കേട്ടോ. നല്ല സൂപ്പർ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്നാണ് ചോപ്പ് ചെയ്ത് തരിക. അതും നല്ല ഫൈനായിട്ടാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ബാറ്ററിയും കറണ്ടും ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ബ്രാൻഡ് PGN ആണ്. പക്ഷേ ഒരുപാട് ബ്രാൻഡിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു PGN ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ട് ഇത് ഇറങ്ങിയിട്ട്, ഈ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തിന് കൂടുതലായിട്ടുണ്ട് കേട്ടോ. 6 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ബ്ലേഡൊക്കെ ഇപ്പോഴും നല്ല ഷാർപ്പാണ്.
നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കഴുകാനും നല്ല എളുപ്പമാണ്. കാരണം ഈ ബ്ലേഡ് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. എല്ലാ വെജിറ്റബിൾസും അതേപോലെ തന്നെ ഫ്രൂട്ട്സും നമുക്ക് ഇതിനകത്ത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കാബേജ് ഞാൻ ഇതിനകത്ത് ചോപ്പ് ചെയ്ത് കാണിച്ചു തരാവേ. ജസ്റ്റ് റഫായിട്ട് ഇതിനകത്ത് ഇടാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചോപ്പ് ചെയ്യേണ്ടത്, അത് അകത്തിട്ടതിന് ശേഷം ഇത് അടയ്ക്കുക. ആ ലോക്ക് വീഴുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. എന്നിട്ട് ഈ പുള്ളി ചെയ്യുന്ന സാധനം 2-3 പ്രാവശ്യം നമുക്ക് നല്ലോണം ചോപ്പ് ചെയ്ത് നല്ല കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 പ്രാവശ്യം ഇത് വലിക്കാം. അതല്ല അത്രയ്ക്ക് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം എത്രത്തോളം ചോപ്പ് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഒരു 3-4 പ്രാവശ്യം പുള്ളി ചെയ്തിട്ട് തുറന്ന് നോക്കാം എത്രത്തോളം ചോപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത്. കണ്ടോ, നല്ല എളുപ്പമാണ്. നമ്മൾ കുറേ നേരം ഒന്നും അരിഞ്ഞരിഞ്ഞ് നിൽക്കേണ്ട ഒരു സമയം പാഴാവുന്നില്ല. ഞാൻ എന്തായാലും ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ ഏതിനകത്താണ് റേറ്റ് കുറവ് അല്ലെങ്കിൽ ഏതിനകത്താണ് ഓഫർ എന്ന് നോക്കുക, എന്നിട്ട് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഇപ്പോൾ 2 പേരൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ 2-3 പേരുള്ളൂന്നുണ്ടെങ്കിൽ ചെറുത് മതിയാവും. ഒരു 4 പേര് 5 പേരൊക്കെ ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ വലുത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് ഈ പ്രോഡക്റ്റ്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതൊരു 100% യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണിത്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു കിച്ചൺ സിങ്ക് ഓർഗനൈസർ ആണ്. കിച്ചൺ സിങ്കിൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഇതുപോലത്തെ സ്പഞ്ച്, സ്ക്രബ്ബർ, ഡിഷ് വാഷ് ചെയ്യുന്ന ലിക്വിഡ്, പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ്, ഇതെല്ലാം കൂടിയിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് എപ്പോഴും ഒന്നിച്ച് നല്ല ഓർഗനൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലത്തെ സ്റ്റാൻഡുകൾ ഹെൽപ്പ് ചെയ്യും. ഇത് അത്ര ഒരു മസ്റ്റ് ഒന്നുമല്ല കിച്ചണിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടും കിട്ടും. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അല്ലാണ്ട് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ഒന്നുമല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗ് ഡിസ്പെൻസറാണ്. നമ്മളെല്ലാവരുടെ വീട്ടിലും നമ്മൾ ഇതുപോലെ കവറുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ടാവും. അത് വേറൊരു കവറിനകത്തായിരിക്കും സൂക്ഷിക്കേണ്ടാവുക. നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയിലിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഇതിനകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് ബാഗുകളും കേട്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്യും തോറും അടിയിലേക്ക് ഒത്തിരി സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇത് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ 2 അറ്റത്തായിട്ടും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സിങ്കിൻ്റെ അടിയിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതൊരു ഭാഗത്ത് അങ്ങ് ഒതുങ്ങിയിരുന്നോളും. നമുക്കിതിൻ്റെ ഏത് ഹോളിൽ കൂടെ വേണമെങ്കിലും ഈ കിറ്റ് വലിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തത് വന്നിട്ട് ഇതുപോലത്തെ ക്ലിപ്പുകളാണ്, ഇതുപോലത്തെ ബൈൻഡർ ക്ലിപ്പുകൾ. എൻ്റെ കിച്ചൺ ഓർഗനൈസേഷൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാനിതിൻ്റെ യൂസൊക്കെ അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിലെന്ന് മാത്രമല്ല, നമ്മൾ എന്ത് സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ കവറുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും ടിന്നുകളിലിട്ട് വെക്കാൻ പറ്റണമെന്നില്ല. അത് കിച്ചൺ യൂസിൻ്റെ മാത്രം സാധനങ്ങളല്ല കേട്ടോ. അപ്പോൾ എന്തായിക്കോട്ടെ, അപ്പോൾ ഇതുപോലെ ടിന്നുകളിലിട്ട് വെക്കാൻ പറ്റാത്ത ഇങ്ങനെ ഹാഫ് ഓപ്പൺ ആയിട്ട് ഇതുപോലെ ലെഫ്റ്റ് ഓവർ ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ ഇതുപോലത്തെ ബൈൻഡർ ക്ലിപ്സ് വെച്ചിട്ട് നമുക്ക് സീൽ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ പാക്കറ്റ് ഞാൻ ഓൾറെഡി പൊട്ടിച്ചതാണ്, ഓപ്പൺ ചെയ്തതാണ്. ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ മടക്കിയിട്ട് ഈ ബൈൻഡർ ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക, ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ നിലത്ത് വീണാൽ പോലും ഇത് ഓപ്പൺ ആയിട്ട് വരില്ല, സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമുക്ക് നല്ല സ്പേസ് ലാഭിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബൈൻഡർ ക്ലിപ്പ് വെച്ചിട്ട് സീൽ ചെയ്തിട്ട് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽ, ഇപ്പോൾ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളിപ്പോൾ കാർഡ്ബോർഡിൻ്റെ ബാസ്ക്കറ്റ് ആണെങ്കിലും ഇതുപോലെ ബാസ്ക്കറ്റുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സ്ഥലം നമുക്ക് കിച്ചണിൽ ലാഭിക്കുകയും ചെയ്യാം. ഇതെല്ലാം നല്ല നീറ്റായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ബൈൻഡർ ക്ലിപ്പ് തന്നെ വേണമെന്നില്ല, അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ റബ്ബർ ബാൻഡ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ സെക്യൂർ ആയിട്ട് കെട്ടിവെക്കാം. പിന്നെ ഈ ബാസ്ക്കറ്റുകളിൽ വെക്കുന്നതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അധികം സ്പേസ് ഒന്നും ഇല്ലാത്ത കിച്ചണൊക്കെ ആണെങ്കിൽ മേലത്തെ സ്പേസ് ഒക്കെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. ഈ ബാസ്ക്കറ്റോട് കൂടി തന്നെ നമുക്ക് മേലത്തെ നമുക്ക് എത്താത്ത സ്ഥലമാണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് എടുത്ത് വെക്കാം. അല്ലാണ്ട് നമുക്കിപ്പോൾ ഓരോ കിറ്റായിട്ട് വെക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കിച്ചണിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആയെന്ന് വരില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേർക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എല്ലാം ഒന്നും മസ്റ്റ് ബൈ സാധനങ്ങളൊന്നുമല്ല, എസെൻഷ്യൽസ് ഒന്നുമല്ല. പക്ഷേ ചിലർക്ക് തോന്നും ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം നിങ്ങളുടെ കിച്ചണിൽ എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല ഇത്. ചിലത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, ചിലത് തോന്നില്ല. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ നിങ്ങളുമായിട്ട്, കുറച്ച് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയ കുറച്ച് സാധനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.